നമസ്കാരം. ജയശങ്കർ, വള്ളുവനാട് മാട്രിമോണിയൽ, ഒറ്റപ്പാലം. ഇന്ന് പറയാൻ പോകുന്ന ആൺകുട്ടി വിവേക് കൃഷ്ണ. വിവേക് കൃഷ്ണ 27 വയസ്സ്, ഭരണി നക്ഷത്രം, 2 ദോഷം ജാതകത്തിൽ പറയുന്നുണ്ട്. ഡിഗ്രി ഇൻ മാസ് കമ്മ്യൂണിക്കേഷൻ, PG ഡിപ്ലോമ ഇൻ പബ്ലിക് റിലേഷൻ, ന്യൂസിലാൻഡിൽ നിന്നാണ്. ഇപ്പോൾ ദുബായിൽ വർക്ക് ചെയ്യുന്നു. ആ കുട്ടിയുടെ ഹൈറ്റ് വന്നിട്ട് 5'6", 72 kg വെയിറ്റ്. അച്ഛൻ കൃഷ്ണദ, ഡോക്ടർ കൃഷ്ണദ. അമ്മ ശ്രീജ കൃഷ്ണ. സഹോദരങ്ങൾ ഇല്ല, തൃശ്ശൂർ സെറ്റിൽഡാണ്. ഒരിക്കൽ കൂടെ ഞാൻ പറയാം. വിവേക് കൃഷ്ണ, ഭരണി, 27 വയസ്സ്, 2 ദോഷം, 5'6" ഹൈറ്റ്, 72 kg വെയിറ്റ്, മാസ് കമ്മ്യൂണിക്കേഷനിൽ ഗ്രാജുവേറ്റ് ആണ്. അതിനുശേഷം PG ഡിപ്ലോമ പബ്ലിക് റിലേഷനിലാണ് എടുത്തിരിക്കുന്നത്. അത് ന്യൂസിലാൻഡിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. അച്ഛൻ ഡോക്ടർ കൃഷ്ണ, മദർ ശ്രീജ കൃഷ്ണ. സഹോദരങ്ങളില്ല, തൃശ്ശൂർ സെറ്റിൽഡാണ്. ഒരു മിഡിൽ ക്ലാസ്, അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. മിഡിൽ ക്ലാസ് അല്ല, അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. കരൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് തൃശ്ശൂർ അദ്ദേഹം സെറ്റിൽ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാരൻസ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ള രക്ഷിതാക്കൾ തീർച്ചയായിട്ടും വള്ളുവനാട് മാട്രിമോണിയലിനെ കോൺടാക്ട് ചെയ്യുക. ഞാൻ ആ ഡീറ്റെയിലുകൾ കംപ്ലീറ്റ് ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. എല്ലാ വീഡിയോകളിലും പറയുന്ന 1-2 കാര്യങ്ങൾ ഈ വീഡിയോയിലും ആവർത്തിക്കുകയാണ്. കല്യാണം അല്ലെങ്കിൽ വിവാഹം വേണമെന്ന തീരുമാനമെടുത്തു കഴിഞ്ഞാൽ വീട്ടിൽ ഏത് കുട്ടിക്കാണോ വിവാഹം വേണ്ടത് എങ്കിൽ ആ കുട്ടിയുമായി രക്ഷിതാക്കൾ നന്നായിട്ടൊന്ന് സംസാരിക്കണം. എന്താണ് ഈ നന്നായിട്ട് സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ കുട്ടിക്ക് പല തരത്തിലുള്ള റിക്വയർമെൻറ്റ്സുകൾ പറയാനുണ്ടാവും. അപ്പോൾ ആ കുട്ടി ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ബാംഗ്ലൂർ മതി, നോക്കാൻ പോകുന്ന കുട്ടി ബാംഗ്ലൂർ നോക്കിയാൽ മതി. ചെന്നൈയിലാണെങ്കിൽ ചെന്നൈ മതി, ബോംബെയിലാണെങ്കിൽ ബോംബെ മതി. ഇനി എബ്രോഡിലാണെങ്കിൽ എവിടെ വെച്ചാൽ ആ ലൊക്കേഷൻ മതി എന്നൊക്കെ ആ കുട്ടി പറയും. ഹൈറ്റ്, വെയിറ്റ്, ഇതെല്ലാം ആ കുട്ടിക്ക് പറയാനുണ്ടാവും. അതെല്ലാം നന്നായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. ക്വാളിഫിക്കേഷൻ, ഏത് തരത്തിലുള്ള ക്വാളിഫിക്കേഷനാണ് നമുക്ക് സ്യൂട്ടബിൾ ആവുക എന്നുള്ളതിനെ പറ്റി നന്നായിട്ട് സംസാരിക്കുക. അപ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ രക്ഷിതാക്കൾക്ക് കുറച്ച് എളുപ്പമായിരിക്കും മറ്റുള്ള രക്ഷിതാക്കളുമായിട്ട് സംസാരിക്കാനായിട്ട്. രണ്ടാമത്തെ കാര്യം, ഈ സംസാരിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അച്ഛന്, അമ്മയ്ക്ക് അല്ലെങ്കിൽ സഹോദരങ്ങൾക്കൊരു ഐഡിയ കിട്ടും ഏത് തരത്തിലുള്ള പ്രൊഫൈലാണ് നോക്കേണ്ടത് എന്ന്. അടുത്തത് ജാതകം. അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. കഴിയാവുന്നത്ര ജാതകത്തിനെ കുറിച്ച് മറ്റുള്ള രക്ഷിതാക്കളോട് സംസാരിക്കൽ കുറയ്ക്കുക. ജാതകത്തിൽ ഇത്ര ദോഷമുണ്ട്, അരദോഷമുണ്ട്, ഒരു ദോഷമുണ്ട്, 7 ചൊവ്വ, 8 ബുധൻ, ഇങ്ങനെയൊന്നും പറയേണ്ട ഒരാവശ്യമില്ല. നിങ്ങൾ ജ്യോതിഷം പഠിച്ചിട്ടുള്ള ആൾക്കാരല്ല. ജ്യോതിഷം പഠിക്കുന്നവർക്ക് അല്ലെങ്കിൽ പഠിച്ചവർക്ക് അല്ലെങ്കിൽ അത് നോക്കുന്നവർക്ക് വിട്ടുകൊടുക്കുക കാര്യങ്ങളൊക്കെ. നമ്മളായിട്ട് നോക്കേണ്ട കാര്യമില്ല. രക്ഷിതാക്കൾ കഴിയുന്നത് അത് പഠിക്കാതിരിക്കുക, കല്യാണം കഴിയുന്നവർക്കെങ്കിലും. അപ്പോൾ ജാതകത്തിൻ്റെ കാര്യമായി ഇതാണ് സംസാരിക്കുന്നത്. പ്രൊഫൈലൊക്കെ എടുത്ത് ആളുകളോട് സംസാരിക്കുന്ന സമയത്ത് ജാതക വർത്തമാനം കഴിയുന്നത് കുറച്ച് സംസാരിക്കുക.
അറിയില്ല എന്ന് പറഞ്ഞാൽ വളരെയധികം നന്നായി. കാരണം ഏതൊരു രക്ഷിതാവായാലും ജ്യോതിഷൻ്റെ അടുത്ത് പോയിട്ട് നോക്കും. അപ്പോൾ നമ്മളായിട്ട് എന്തിനാണ് ഈ പറയാൻ നിൽക്കുന്നത്? അടുത്തത്, ഇനി ഏതെങ്കിലും കേസുകൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ഫോട്ടോ കണ്ടു, ജ്യോതിഷം ഓക്കെയാണ്, ഹൈറ്റ്, വെയ്റ്റ്, ജോബ്, കുടുംബം ഇതെല്ലാം ഓക്കെയാണെങ്കിൽ കുട്ടികൾ തമ്മിൽ വാട്സാപ്പ് നമ്പർ, അവരുടെ വാട്സാപ്പ് നമ്പർ എക്സ്ചേഞ്ചിങ് ആണ് ഇപ്പോഴത്തെ ഒരു പുതിയ ചടങ്ങ്. വാട്സാപ്പ് നമ്പർ എക്സ്ചേഞ്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 15 ദിവസമെങ്കിലും മിനിമം അവരൊരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡപ്പ് ചെയ്യണം. ഫ്രണ്ട്ഷിപ്പ് ബിൽഡപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് 4-5 കാര്യങ്ങൾ അവർ കൃത്യമായിട്ട് മനസ്സിലാക്കണം കുട്ടികൾ തമ്മിൽ. ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, എഡ്യൂക്കേഷൻ, വല്ല മെഡിസിൻ വല്ലതും കഴിക്കുന്നുണ്ടോ, ഏതെങ്കിലും തരത്തിൽ ലോണുകൾ ഉണ്ടോ, EMI മാസം സാലറിയിൽ നിന്ന് എത്ര പോകുന്നുണ്ട് എന്നുള്ള അറിയണം. 5-ാമത്തെ കാര്യം, ആസ് ഓഫ് നൗ ഏതെങ്കിലും തരത്തിൽ വല്ല അഫയർ വല്ലതും ഉണ്ടോ എന്ന്, ലവ് അഫയർ വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കണം. അതുണ്ടെങ്കിൽ വെറുതെ നമ്മുടെ സമയം കളയരുതെന്ന് കൃത്യമായിട്ട് പറയുക. ഈ ഫ്രണ്ട്ഷിപ്പ് ബിൽഡപ്പ് ചെയ്തതിന് ശേഷം കുട്ടികൾ പുറത്ത് വെച്ച് കാണണം. പെണ്ണ് കാണൽ ചടങ്ങല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പെണ്ണ് കാണൽ ചടങ്ങ് ഒരു ചടങ്ങ് മാത്രമേ ആവാൻ പാടുള്ളൂ. അത് വീട്ടിൽ വെച്ചിട്ട് നടത്തുന്ന കാര്യമാണ്. അതല്ല, അതിന് മുന്നേ ആയിട്ട് പുറത്ത് വെച്ച് കാണണം. പുറത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ജോലി സ്ഥലത്തിൻ്റെ അടുത്ത് ഏതെങ്കിലും ഒരു കോഫി ഹൗസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റിഫ്രഷ്മെൻറ്റ് ഹോട്ടൽ, അവിടെ പോവുക, ഒരു ജ്യൂസോ അല്ലെങ്കിൽ കോഫിയൊക്കെ കഴിക്കുന്ന സമയത്ത് ഇവ കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യുക. കൃത്യമായിട്ട് മനസ്സിലാക്കുക രണ്ടുപേരും. കംഫർട്ട് ലെവലിലാണെങ്കിൽ മാത്രം മുന്നോട്ട് പോവുക. കംഫർട്ട് അല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ച് ദിവസം കൂടി വീണ്ടും സംസാരിക്കുക. കാരണം ഒരു 10-15 ദിവസം കൊണ്ട് പെട്ടെന്നൊന്നും മനസ്സിലായിക്കൊള്ളുന്നില്ല. കംഫർട്ട് ലെവൽ ആകുന്നവരൊക്കെ പെൺകുട്ടിക്കായാലും ആൺകുട്ടിക്കായാലും കൃത്യമായിട്ട് പറയാൻ ഒരു ഉറപ്പുണ്ടാവണം. ഞങ്ങൾ കംഫർട്ടാണ്, പ്രൊസീഡ് ചെയ്തോളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും അച്ഛനമ്മമാർ നന്നായിട്ട് സംസാരിക്കുക. എല്ലാം കൃത്യമായിട്ട് സംസാരിക്കണം. ഒന്ന് മനസ്സിൽ വെച്ച് വേറൊന്ന് പുറത്തേക്ക് കാട്ടരുത്. അങ്ങനെ ചെയ്യണം. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പാരൻസിൻ്റെ ശിഷ്ടകാലം വലിയ ടെൻഷനൊന്നുമില്ലാതെ കഴിയാൻ പറ്റും. എന്ന് മാത്രമല്ല, കുട്ടികളുടെ ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം. ജയശങ്കർ, വള്ളുവനാട് മാട്രിമോണിയൽ.